അവിടെ ആരും ഇല്ലല്ലോ. ഞാൻ കണ്ടതാ, അവിടെ ഒരാളുണ്ടായിരുന്നു. മരത്തിന്റെ നിഴല് വല്ലതും കണ്ട് അമൃത പേടിച്ചതാവും. അല്ല, അവിടെ ആരും ഇല്ലെന്നേ. എന്തിനു ഇത്രയും വലിയ മതിലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? മാളുവിനെ കാണാൻ വന്നാൽ ഞാൻ മതിൽ കണ്ട് പേടിക്കാനാ? അന്തസ്സായിട്ട് ചാറാ കുമാറേ. അയ്യോ, മാളു, മാളു ടോയ്ലറ്റിലൊന്ന് പോണം. ഒരു ടോർച്ചും കൂടെ കൊണ്ടുപോക്കോളൂ. വീടിൻ്റെ അകത്ത് ബാത്റൂം ഉപയോഗിച്ച് ശീലിച്ച ആൾക്ക് ഈ രാത്രി പുറത്തേക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ ഇരുന്നത്. ഞാൻ കൂടെ വരണോ? വേണ്ട. ശരി, പേടിക്കണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ആ പിന്നെ വഴിയിൽ സൂക്ഷിച്ചു പോണം. ചെടിയുടെ അടുത്തൊക്കെ കല്ലുണ്ട്. അയ്യോ, അയ്യോ, ആരോ കണ്ട്. വെള്ള സാരി, വെള്ള ബ്ലൗസ്, പ്രയാസം തന്നെ. എന്താ, എന്തു പറ്റി? അവിടെ അവിടെ ഒരാള്. ആളോ? അവിടെ ആരും ഇല്ലല്ലോ. ഞാൻ കണ്ടതാ, അവിടെ ഒരാളുണ്ടായിരുന്നു. മരത്തിന്റെ നിഴല് വല്ലതും കണ്ട് അമൃത പേടിച്ചതാവും. അല്ല, അവിടെ ആരും ഇല്ലെന്നേ.
ആ ആ, എല്ലാരും ഉണ്ടല്ലോ. എന്താ ദസപ്പ? തമ്പ്യാ സാറേ, ഞങ്ങൾ ഇന്നലെ രാമനുണ്ണിയുടെ കാര്യം അന്വേഷിച്ചായിരുന്നു. അവനും അവൻ്റെ ആൾക്കാരും വെറുതെ ഇരിക്കില്ലെന്ന് കേൾക്കുന്നേ. പിന്നെ അവരെന്തൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്പ്യാർ സാർ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഞങ്ങൾ കുറച്ചുപേര് ഇന്നലെ രാത്രി ഈ പരിസരത്ത് തന്നെ ആ, ഉണ്ടായിരുന്നു. ഇനി മാറി മാറി രാത്രിയുടെ കാവൽ നിൽക്കാനാ ഞങ്ങളുടെ തീരുമാനം. അതിന്റെ ഒന്നും ഒരാവശ്യമില്ല. രാമനുണ്ണി ഇവിടെ കയറി വന്ന് ഒന്നും ചെയ്യാനും പോകുന്നില്ല. എന്നാലും തമ്പ്യാ സാറേ, അവനെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ലെന്നേ. ദാസപ്പ, അവനെ വിശ്വസിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. അവൻ എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റില്ല ഒക്കെ എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ എന്നോടുള്ള നിങ്ങളുടെ ഈ കരുതലിന് വളരെ നന്ദി. എല്ലാവരും സമാധാനമായിട്ട് പൊയ്ക്കോളൂ. അല്ല സാറേ, ആ ദാസപ്പ, ആ ആ ആഹാ ആ, നിങ്ങൾ പൊയ്ക്കോ. ആ പൊയ്ക്കോ. അച്ഛാ, ആ എന്താ രാജ? അച്ഛൻ രാമനുണ്ണിയെ കാണാൻ പോയിരുന്നു അല്ലേ? അല്ലാതെ അവനിവിടെ വന്ന് ഒന്നും ചെയ്യില്ല എന്ന് അച്ഛൻ ഇത്ര ഉറപ്പിച്ചു പറയില്ലല്ലോ. അച്ഛാ, അത് വേണ്ടിയിരുന്നില്ല. ഞാനേ രാമനുണ്ണിയെ കാണാൻ പോയ കാര്യമുണ്ടല്ലോ, ഇവിടെ ആരും അറിയണ്ട, പ്രത്യേകിച്ച് നിന്റെ അമ്മ. അവനെ കാണാൻ അച്ഛൻ തനിച്ചു പോണമായിരുന്നോ? എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? ഒന്നും സംഭവിച്ചില്ലല്ലോ. അച്ഛാ, രാമനുണ്ണിക്ക് അച്ഛനോടാണ് പക. അച്ഛനിനി ഈ നാട്ടിൽ നിൽക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. രാജ, മാളു ഇപ്പോഴേ നമ്മുടെ കുട്ടിയാ. അവളുടെ വിവാഹം യാതൊരു തടസ്സവും കൂടാതെ നടത്തേണ്ട ചുമതല നമുക്കുണ്ട്. മാളുവിന്റെ വിവാഹം കൂടി കഴിയട്ടെ. ഞാൻ തിരിച്ചു പോകുന്ന കാര്യം അതിനുശേഷം ആലോചിക്കാം. മാളുവിനെ കെട്ടാൻ പോകുന്ന പയ്യനെ കുറിച്ച് വിശദമായിട്ടൊന്ന് അന്വേഷിക്കണം.